ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ അവസാനം നിങ്ങളെ ഞെട്ടിക്കാൻ പോകുന്ന കിടിലൻ ട്വിസ്റ്റുള്ള ഒരു സിനിമയുടെ കഥ കേട്ടാലോ എന്ന്. അതുപോലെ തന്നെ ഈ കഥ ഇങ്ങനെ കേട്ടു പോകുന്ന സമയത്ത് കഥയുടെ പല ഭാഗത്തു നിന്നും ഓരോ ട്വിസ്റ്റുകൾ, ഓരോ രഹസ്യങ്ങളും നമ്മൾ അറിയും. അങ്ങനെ അവസാനം സിനിമ കഴിഞ്ഞു, കൊന്ന ആളെയും കിട്ടി എന്നെല്ലാം കരുതി നിൽക്കുമ്പോൾ താണ്ട് കിടക്കുന്ന ഒടുക്കത്തെ ട്വിസ്റ്റ് അവസാനം. അതൊരിക്കലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യില്ല. ഞാനും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ കഥയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ കഥാനായകനുണ്ടല്ലോ, 2 കൊലപാതകങ്ങൾ അറിയാതെ ചെന്ന് പെടുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആരും ഒരാൾ ഇവനെ വ്യക്തമായ ഒരു പദ്ധതിയോട് കൂടിയിട്ട് ആ ഒരു കൊലപാതകത്തിലേക്ക് ചെന്ന് ചാടിച്ചതാണ്, അവനെ പെടുത്തിയതാണ്. രക്ഷപ്പെടാനായിട്ട് ഒരു പഴുതുമില്ലാത്ത അവനെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു വക്കീൽ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് കഥ ആരംഭിക്കുന്നത്. സോ നല്ല കിടിലൻ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂവി തന്നെയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോകല്ലേ. അതുപോലെ തന്നെ സിനിമയുടെ പേര് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു വക്കീലിനെ കാണിക്കുന്നുണ്ട്. ഇവർ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. മാത്രമല്ല പ്രായമായിട്ടുണ്ട്. ഇവരിനി അധികം വൈകാതെ റിട്ടയർഡ് ആവാൻ വേണ്ടി പോകണം. അപ്പൊ ഇവരുടെ അവസാനത്തെ ആ ഒരു കേസ് അതെടുക്കാൻ വേണ്ടി ഈ ലേഡി ഇവരുടെ ക്ലയന്റിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആളൊരു ബിസിനസ്സുകാരനാണ്. അവന്റെ പേര് ഡോറിയൻ എന്നാണ്. മാത്രമല്ല ഈ ബിസിനസ്സുകാരനായിട്ടുള്ള ഡോറിയൻ അവന്റെ ഈ ഒരു കേസ് ഈ ലേഡിയെ ഏൽപ്പിക്കാൻ തന്നെ കാരണം ഇവരുണ്ടല്ലോ, ഈ വക്കീൽ ഏറ്റെടുത്ത ഒരു കേസും ഇന്ന് വരെ തോറ്റിട്ടില്ല. അതായത് തോൽവി അറിയാത്തൊരു വക്കീലാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഈ നിൽക്കുന്ന ഡോറിയൻ ആള് നല്ല പൈസക്കാരനാണ്, വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. പക്ഷെ ഈ ഇടയ്ക്ക് ഇയാൾ വലിയൊരു കേസിൽ പെട്ടുപോയിട്ടുണ്ട്, ആകെ നാറിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും ആ ഒരു കേസിൽ നിന്നും ഇയാൾക്ക് പുറത്തേക്ക് വരണം. അതുകൊണ്ട് തന്നെ ഈ ഒരു വക്കീല് പറയാണ്, എന്നോട് നിങ്ങൾ ഒരു രീതിയിലും ഒരു നുണയും പറയാൻ നിൽക്കണ്ട. പരമാവധി നിങ്ങൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു. കാരണം നിങ്ങൾ നുണ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചിലപ്പോ നിങ്ങൾ പറയുന്ന സത്യത്തിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു പോയിന്റ് അതെനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ വള്ളി പുള്ളി തെറ്റാതെ എന്താണ് അന്ന് അവിടെ നടന്നതെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് പറയുന്ന പറയണം. അങ്ങനെ ഡാരിയൻ കാര്യങ്ങൾ പറയണം. ഞാനും അവളും, അതായത് ഡോറിയന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാണ്, എന്നിട്ടും അവന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ലൗറ എന്ന് പറഞ്ഞ ഒരു ലേഡിയുമായിട്ട് അവന്റെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഈ നാട്ടിലല്ല, കുറച്ച് അകലെയായിട്ട് മറ്റൊരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ റൂം എടുത്ത് കുറച്ച് ദിവസം അങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും ആ ഒരു ഹോട്ടലിലേക്ക് വരുമ്പോൾ തന്നെ ഏകദേശം 1,00,000 യൂറോയോളം ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ രൂപയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ പൈസയാണ്. എന്തായാലും ഇവർ ആ ഒരു കാശുമായിട്ട് റൂമിലേക്ക് വന്ന് കയറി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആരാണെന്ന് അറിയില്ല, ഒരു സ്ട്രേഞ്ചർ വന്നിട്ട് ഇവരെ രണ്ടുപേരെയും ആക്രമിക്കുകയാണ്. ആദ്യം തന്നെ ഡാരിയുടെ തലക്കിട്ടടിച്ച് അവന്റെ ആ ഒരു ബോധം പോയി. ഇതിനുശേഷം അവന്റെ ആ ഒരു കള്ള കാമുകയുണ്ടല്ലോ, അവന്റെ ഓഫീസിലെ സ്റ്റാഫ് തന്നെയാണ് ഈ ലൗറയെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ക്രൂരമായിട്ട് കൊന്നിട്ടിരിക്കുകയാണ്. മാത്രമല്ല ഇവർ ഈ ബാങ്കിലേക്ക് വരുമ്പോൾ 1,00,000 യൂറോ കൊണ്ടുവന്നെന്ന് പറയുന്നില്ലേ, ആ പൈസ മുഴുവനായിട്ടും അവളുടെ ദേഹത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ്. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഡാരിയന് കാണാൻ കഴിഞ്ഞില്ല. കാരണം അയാൾ വന്ന ഉടനെ തന്നെ ഡാരിയന്റെ തലക്കടിച്ചു, അവന്റെ ആ ഒരു ബോധം പോയി. എന്തായാലും ഇതുപോലെ ഹോട്ടലിൽ വെച്ച് അല്ലെങ്കിൽ ആ ഒരു റൂമിൽ വെച്ച് ശബ്ദം കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് വേഗം തന്നെ പോലീസിനെ വിളിക്കുകയാണ്. പോലീസുകാരും എല്ലാവരും വന്ന് ആ ഒരു കഥ അങ്ങനെ തട്ടുന്നുണ്ട്. എന്നാൽ ആരും ഉള്ളിൽ നിന്നും വന്ന് തുറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി സ്റ്റാഫ് അവരുടെ കയ്യിൽ എല്ലാ റൂമും തുറക്കാൻ ആവശ്യമായിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് പോലീസുകാർക്ക് ഇവർ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ഇത് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, ഡാരിയൻ പോയിട്ട് ലൗറയുടെ അടുത്ത് ഇരിക്കുകയാണ്. അവളാണെങ്കിൽ മരിച്ചു കിടക്കുകയാണ്. ശരിക്കും സംഭവിച്ചെന്താ വെച്ചാൽ ഡാരിയന് ബോധം വന്നപ്പോൾ ലൗറയെ കാണാതെ അവൾ തപ്പി നടന്നപ്പോൾ ബാത്റൂമിൽ ഇതുപോലെ മരിച്ചു കിടക്കുന്ന ലൗറയാണ് കാണുന്നത്. അവൻ പോയിട്ട് അവളെ എടുക്കുന്ന അതേ സമയത്താണ് പോലീസുകാരും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫും എല്ലാവരും വരുന്നതും ഈ കാര്യം കാണുന്നതും അവന് കൈയോടെ അറസ്റ്റ് ചെയ്യുന്നതും. പരമാവധി ഡാരിയൻ അവിടെ വെച്ച് പറയാൻ നോക്കി, അതായത് എനിക്കറിയില്ല ആരാ ഇത് ചെയ്തതെന്ന്. അവന്റെ തലയ്ക്ക് ആരോ അടിച്ചു, അവന്റെ ആ ഒരു ബോധം പോയി അവൻ വീണ് കിടക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ഒരു കൊലപാതകം നടന്നത്. എന്നാൽ ഈ ഒരു കാര്യം ആരും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാ ഇവരാരും വിശ്വസിക്കാതിരുന്നെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അതായത് ഈ ഒരു വാതിൽ അത് ഉള്ളിൽ നിന്നും ലോക്കായിരുന്നു. മാത്രമല്ല ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ള, അതായത് ഈ ഒരു ക്ലൈമറ്റിൽ നല്ല തണുപ്പാണ്. സോ ഇവിടെയുള്ള മിക്ക ജനലുകളും ഇതെല്ലാം ലോക്ക് ചെയ്തിട്ട് അതിന്റെ ആ ഒരു ഹാൻഡിൽ ഉണ്ടല്ലോ, അത് ഇവിടുത്തെ ആ ഒരു സ്റ്റാഫ് എടുത്തുകൊണ്ടുപോകും. കാരണം ഇങ്ങോട്ടേക്ക് വരുന്ന കസ്റ്റമേഴ്സ് അത് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ക്ലൈമറ്റ് മാറുമ്പോൾ അവരായിട്ട് തന്നെ ആ ഒരു ഹാൻഡിൽ അവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുകയും ചെയ്യും. അതായത് ആ ഒരു മുറിക്ക് പിന്നീട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാനായിട്ട്. എന്നാൽ അത് തന്നെയാണ് ഈ ഡാരിയനെതിരെ എല്ലാവർക്കും സംശയം തോന്നാൻ കാരണം ഇങ്ങനെ ഒരു സ്ട്രേഞ്ചർ വാതിൽ തുറന്ന് എന്തായാലും ഉള്ളിലേക്ക് വന്നിട്ടില്ല. കാരണം വാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അയാളെ ജനൽ തുറന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജനൽ തുറക്കാൻ പറ്റൂല. അതെല്ലാം ഹാൻഡിൽ റിമൂവ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഈ ഒരു കാര്യം അവൻ, അതായത് ഈ ഡാരിയന് വക്കീലിനോട് പറയുമ്പോൾ വക്കീലും പറയാണ്, എനിക്കും ആ ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നീ പറയുന്നത് പോലെ മൂന്നാമതൊരാൾ ആ റൂമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെ ആ റൂം വിട്ട് പുറത്തേക്ക് പോകാൻ പറ്റും? അങ്ങനെ ഒരു സാധ്യത ആ റൂമിൽ ഞങ്ങൾ ആരും കാണുന്നില്ല. അതുകൊണ്ട് പൊന്നു മോനെ ഡാരിയ, നിനക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെറിയൊരു കാര്യങ്ങളും നീ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് സത്യമായിട്ട് എന്നോട് പറഞ്ഞോ. എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താനല്ലേ, ഞാനൊരു പോലീസൊന്നും അല്ലല്ലോ, നിന്റെ വക്കീലല്ലേ, നിന്നെ രക്ഷപ്പെടുത്താനല്ലേ, അതുകൊണ്ട് പറയുന്നു പറയാണ്. അങ്ങനെ ഡാരിയൻ ചില സത്യങ്ങൾ, അതായത് ഒരുപാടൊന്നും അവൻ നുണ പറഞ്ഞു വെച്ചിട്ടില്ലായിരുന്നു, ചില കാര്യങ്ങൾ അവൻ മറച്ചു വെച്ചിട്ടുള്ളത് അതിപ്പോ ഈ വക്കീലിനോട് പറയാൻ തുടങ്ങുകയാണ്. അതായത് വക്കീല്, അവള് മരിക്കുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ രണ്ടുപേരും എന്റെ ഭാര്യയോടും അതുപോലെ തന്നെ ലൗറ അവളുടെ വീട്ടിലും നുണ പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ഹിൽ സൈഡിലെ റിസോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്റെ
ഭാര്യയോട് ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞത് ഞാൻ പുറത്തേക്ക് പോവാണെന്നാ. അങ്ങനെ ആ ഒരു ഹിൽ സൈഡിൽ പോയിട്ട് 2-3 ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചു. ആ ഒരു ട്രിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പക്ഷേ എന്റെ ഉള്ളിൽ ആ ഒരു സമയത്ത് ഒരു വല്ലാത്ത കുറ്റബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ലൗറയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലൗറ, ഇനി ഒരു കാര്യം മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ വേണ്ടയോ, എനിക്കെന്തോ പറ്റുന്നില്ല. എന്റെ മകന്റെ കാര്യം, അതുപോലെ തന്നെ അവളുടെ ആ ഒരു മുഖം, ഇതൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ ഉള്ളിലൊരു കുത്തല് പോലെ. നമുക്ക് ഈ ഒരു കാര്യമൊക്കെ ഇവിടെ നിർത്താടോ, ഇതെന്തോ ഒരു വലിയ പാപമായിട്ട് എനിക്ക് തോന്നുകയാണ്. അതുപോലെ നിനക്കും ഹസ്ബൻഡ് ഇല്ലേ, വെറുതെ അയാളെയും ഒരുപാടൊന്നും ചീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും 2 വഴിക്ക് പിരിയാന്ന് പറയണം. എന്നാൽ എന്തോ അതിന് വലിയ താല്പര്യമൊന്നും ഈ ലൗറയ്ക്കില്ല. കാരണം ഈ ലൗറ എന്ന് പറഞ്ഞാൽ ഡാരിയന്റെ ഓഫീസിലെ ഒരു ജോലിക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഈ മുതലാളിയുടെ കൂടെ ഇങ്ങനെ ചുറ്റി നടക്കുക എന്ന് പറയുന്നത് അവൾക്ക് നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുന്നതിൽ അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും നോക്കാം. അങ്ങനെയൊക്കെയാണ് അവൾ സംസാരിക്കുന്നത്. മാത്രമല്ല ഈ ലൗറ അത്ര നല്ല ആളൊന്നും അല്ല കേട്ടോ. അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലൗറ എന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ, ഇവർക്ക് കിട്ടിയ ആ ഒരു മരണം, ആ ശിക്ഷ അവർ അർഹിക്കുന്നുണ്ട് എന്ന് തന്നെ നിങ്ങൾക്കും തോന്നും, അധികം വൈകാതെ തന്നെ. എന്തായാലും ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇവരുടെ വണ്ടിയുടെ മുന്നിലേക്ക് ചില മാനുകൾ ഓടി വരികയാണ്. ആ ഒരു മാനിന്റെ ദേഹത്ത് ഈ വണ്ടി തട്ടണ്ട എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ ഡോറിയൻ കാർ ഒന്ന് വെട്ടിച്ചെടുക്കുകയാണ്. എന്നാൽ അതൊരു വളവായിരുന്നു. ഓപ്പോസിറ്റ് വന്ന വണ്ടിയെ ഇവർ കണ്ടില്ല, ഒരൊറ്റ ഇടിയിടിക്കുകയാണ്. ഇടിയിൽ 2 വണ്ടിക്കും അത്യാവശ്യം കുഴപ്പമില്ലാതെ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ന് എന്തോ ഭാഗ്യത്തിന് എനിക്കും അതുപോലെ തന്നെ ലൗറയ്ക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് ഞങ്ങൾ കൊണ്ടുപോയി കുത്തിയ ആ ഒരു കാർ, അതിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. കണ്ടാലൊരു 20-25 വയസ്സേ തോന്നുള്ളൂ. ഞങ്ങൾ അവനെ കുറെ വിളിച്ചു നോക്കി. അവന് ബോധമില്ലാതെ കിടക്കായിരുന്നു. പക്ഷെ അധികം വൈകാതെ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ആ അപകടത്തിൽ അവൻ മരിച്ചുപോയിരുന്നു. 2 പേരും ആകെ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവന്റെ കയ്യിൽ ആ ഒരു പേഴ്സ് കിട്ടിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ആള് ജോലി ചെയ്യുന്നത് ഒരു ബാങ്കിലാണ്. ഇയാളൊരു ബാങ്ക് എംപ്ലോയി ആണെന്ന്. കണ്ടാൽ തന്നെ അറിയാം ചെറിയൊരു ചെക്കനാണ്. അവനിപ്പോ ഈ ഒരു അവസ്ഥ വന്നല്ലോ, ഈ ഡാരിയന്റെ കൈ കൊണ്ട് അവൻ മരിച്ചുപോയല്ലോ എന്നൊക്കെ ആലോചിച്ച് ഡാരിയന് വല്ലാതെ ടെൻഷൻ കയറാൻ തുടങ്ങിയപ്പോൾ ഈ ലൗറയാണ് ഒരു കാര്യം പറയുന്നത്. ഡാരിയ, ഒരു കാരണവശാലും നീ പേടിക്കല്ലേ, ഇങ്ങനെയൊരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. എങ്ങനെയെങ്കിലും ഈ ഒരു വണ്ടി നമുക്ക് ഇവിടുന്ന് മാറ്റണം. നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ വണ്ടിയുമായിട്ട് നീ പോയിക്കോ, ഈ വണ്ടി ഞാൻ എവിടെയെങ്കിലും ഒഴിവാക്കാന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു വണ്ടി എടുത്ത് പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അതിലൂടെ മറ്റൊരു കാറ് പോവുകയാണ്. ഒരു വണ്ടി അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ ആരായാലും ഒന്ന് വന്ന് നോക്കുമല്ലോ. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ലൗറ മറ്റൊരു കാര്യം ഇവിടെ ചെയ്യാണ്. ഇവള് വേഗം തന്നെ ആ ഒരു കാറിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഡാരിയനുമായിട്ട് ചുമ്മാ വഴക്ക് കൂടുകയാണ്. കയ്യിലൊരു പേപ്പറുണ്ട്, ഒരു പേനയുണ്ട്. എന്നിട്ട് ഇങ്ങനെ അവൾ ഓരോ ലിസ്റ്റ് എടുക്കുകയാണ്. ഇതുപോലെ ഡാമേജ് ആയിട്ടുണ്ട്, നിങ്ങൾ ആ ഒരു കാശ് തരണം. അതായത് അവിടെ അപകടം പറ്റി കിടക്കുന്നത് അവളുടെ കാറാണ് എന്ന രീതിയിൽ ഈ ഡാരിയനോട് സംസാരിച്ച് ഒരു നാടകം കളിക്കുകയാണ്. അതായത് ഈ വന്ന ആളെ കാണിക്കാനായിട്ട്. എന്തായാലും ഇപ്പൊ വന്ന ആളുണ്ടല്ലോ, മേഡം എന്താ പറ്റിയത്, എന്തെങ്കിലും സഹായം വേണോ ചോദിക്കുമ്പോൾ ലൗറ പറയണേ, ഏയ് ഒന്നുമില്ല, ഒരു ചെറിയൊരു ക്രാഷ്, അത്രയേ ഉള്ളൂ. എന്തായാലും അതിന്റെ ഒരു തുക ഇദ്ദേഹം തരാന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പൊയ്ക്കോന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ ആ പയ്യനുണ്ടല്ലോ, അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇത് കേട്ട സമയത്ത് ഈ വഴിപോക്കൻ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ലൗറ അത് എന്റെ ഫോണാന്ന് പറഞ്ഞിട്ട് നേരെ അത് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്തായാലും ഈ ലൗറയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പതറി പോയിട്ടുണ്ടായിരുന്നു. അവള് വേഗം പോയിട്ട് ആ ഒരു ഫോൺ എടുത്ത് അതിങ്ങനെ കട്ടാക്കിയിട്ട് അതിൽ സംസാരിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. ഇതേ സമയത്തിന് ആ ഒരു വഴിപോക്കൻ അതിലൂടെ പോകുമ്പോൾ അയാൾ കണ്ടോ എന്ന് അറിയില്ല, ഈ മരണപ്പെട്ട് എടുക്കുന്ന ചെറുപ്പക്കാരന്റെ ആ ഒരു കാർ ഉണ്ടല്ലോ, ഇതിന്റെ ആ ഒരു സീറ്റിന്റെ സൈഡിലൂടെ രക്തം പുറത്തേക്ക് അങ്ങനെ ഒലിക്കുന്നുണ്ടായിരുന്നു. ഡ്രോപ്പ് ആയിട്ട് അതങ്ങനെ ഉറ്റുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ലൗറ ആ ഒരു കാര്യം കണ്ടില്ല. പക്ഷേ ഈ പോയ വഴിപോക്കൻ അത് കണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അത് അവസാനം നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇപ്പൊ ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഇരുട്ടാവുകയാണ്. ഇപ്പോ ഈ ഒരു ലൗറ പറഞ്ഞതനുസരിച്ച് ഡാരിയൻ ഒരു കാര്യം ചെയ്യണം. ഈ ഒരു സംഭവം ആരും കാണാതെ എങ്ങനെയെങ്കിലും മറച്ചു വെക്കണം. അതിനായിട്ട് തന്നെ ഈ ലൗറ പറഞ്ഞതനുസരിച്ച് ഡാരിയൻ അവിടെ ഉണ്ടായിരുന്ന തടാകത്തിലേക്ക് ഈ കാറടക്കം ആ മരിച്ചുപോയ പയ്യനുണ്ടല്ലോ, അവന്റെ ഡെഡ് ബോഡി എല്ലാം കൂടെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കളയാണ്. ആ നേരത്ത് ഡാരിയൻ അവിടെ ആരോ ഇല്ലതായിട്ട് അവന് തോന്നി കേട്ടോ. നോക്കുമ്പോൾ എന്തോ ഒരു മാനും അങ്ങനെ എന്തോ ആയിരുന്നു. ആദ്യം ഒന്ന് പേടിച്ചു പോയെങ്കിലും പിന്നീട് അത് മാനായിരിക്കും എന്ന് കരുതിയിട്ട് അവനൊന്ന് റിലാക്സ് ആവാണ്. അതുപോലെ തന്നെ ഡാരിയന്റെ കാറിൽ ഇപ്പൊ ആരാളുള്ളത്, ലൗറയുള്ളത്. വണ്ടിയാണെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഒരു മെക്കാനിക്കിനെയും വിളിച്ചിട്ട് ഈ ലൗറ അങ്ങനെ കാത്തിരിക്കുമ്പോൾ അതിലൂടെ ഒരു അപ്പാപ്പൻ പോകുന്നുണ്ട് കേട്ടോ. ഇയാൾ വന്നിട്ട് എന്താ മോളെ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ലൗറ പറയണ അത് വണ്ടിക്ക് ചെറിയൊരു അപകടം പറ്റി, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ എന്ന് ഈ അപ്പാപ്പൻ ചോദിക്കുകയാണ്. ഇയാളുടെ പേര് ഫെലിക്സ് എന്നാട്ടോ. അങ്ങനെ ഫെലിക്സ് കാറിന്റെ ആ ഒരു മുൻഭാഗമൊക്കെ തുറന്നു നോക്കുമ്പോൾ ഓക്കെ, ഇയാൾക്ക് ഇത് നന്നാക്കാൻ അറിയാം, ഇയാളൊരു മെക്കാനിക്കാണ്. പക്ഷേ ടൂൾസ് കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഫെലിക്സ് ഒരു കാര്യമില്ല അവരോട് പറയണം, മോളെ ഈ സമയത്ത് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, ഒരു കാര്യം ചെയ്യ്, നമ്മുടെ വണ്ടിയിൽ ഇത് കെട്ടി വലിച്ചുകൊണ്ടോ, എന്റെ വീട്ടിൽ ഇത് നന്നാക്കാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓക്കെ എന്നിപ്പോ ലൗറയും പറയണം. കാരണം ഈ ഒരു ഒറ്റപ്പെട്ട സ്ഥലം ഇവിടുന്ന് എങ്ങനെയെങ്കിലും അവൾക്കൊന്ന് ഒഴിവായി പോയാൽ മതിയായിരുന്നു. അങ്ങനെ ഫെലിക്സ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ലൗറയെ കൊണ്ടുവരികയാണ്. അവിടെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. നന്നായിട്ട് ക്ഷീണിച്ച് വന്നതുകൊണ്ട് തന്നെ ലൗറയ്ക്ക് ആ ഒരു ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു അതിഥിയെ പോലെ തന്നെ അവർ ട്രീറ്റ് ചെയ്യാണ് കേട്ടോ. ഇതേ നേരത്ത് ഫെലിക്സ് ആണെങ്കിലും പുറത്ത് നിന്ന് അവളുടെ ആ ഒരു കാർ നന്നാക്കാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലൗറയും ആ ഒരു ഫെലിക്സിന്റെ ഭാര്യ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരിചയമുള്ള മുഖം ലൗറ ഇവിടെ കാണുകയാണ്. ഒരു ഫോട്ടോയിലെ അവൾ ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കി അവൾ ഞെട്ടിപ്പോവാണ്. കാരണം ഇപ്പൊ കുറച്ചു നേരം മുന്നേ അപകടത്തില് ഇവരുടെ കാർ തട്ടി ഒരാൾ മരണപ്പെട്ടു പോയല്ലോ, ഒരു ചെറിയ പയ്യൻ. ആ പയ്യൻ മറ്റാരുമല്ല ഈ ഫെലിക്സിന്റെയും ഈ ലൗറയ്ക്ക് ഇപ്പൊ ഭക്ഷണം കൊടുത്ത ഈ സ്ത്രീ ഉണ്ടല്ലോ, ഇവരുടെയും മകനാണ് ജോവാൻ. ഈ ഒരു കാര്യം അറിഞ്ഞപ്പോ ഈ ലൗറ ആകെ ഷോക്കായി പോവാണ്. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അവൾക്ക് തിരിയുന്നില്ല. ഈ വീട്ടിൽ അധികം നേരം ഇനി അവൾക്ക് നിൽക്കാൻ കഴിയോ, അപ്പൊ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കിടക്കണം എന്നുള്ള ഒരു ചിന്തയായി. ആ സമയത്താണ് ഈ ഫെലിക്സും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ സംസാരിക്കുന്നത് ലൗറ കാണുന്നത്. അതായത് ഇവരുടെ മകനുണ്ട്
ഇയാളുണ്ടല്ലോ ജുവാന് ബാങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞ് ഈ സമയമാകുമ്പോഴേക്കും എത്തേണ്ടിയാണ്. പക്ഷെ എന്താ വരാത്തത്, അവന്റെ ഫോണിലേക്ക് ഒന്ന് നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയെന്ന് പറയണം. അങ്ങനെ ഇവര് ഈ ഒരു ജുവാന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോ ആ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം ഇവിടെ വെച്ച് ഇവര് കേൾക്കുകയാണ്. കാരണം എന്താ, ലൗറ അവന്റെ ആ ഒരു ഫോൺ എടുത്ത് കയ്യിൽ വെച്ചായിരുന്നു. അതാണ് ഇപ്പൊ റിങ് ചെയ്യുന്നത്. ഇതെങ്ങനെയാ ഈ വീട്ടിൽ നിന്ന് റിങ് ചെയ്യുന്ന വെച്ചിട്ട് വേഗം തന്നെ ഫെലിക്സും ഭാര്യയും കൂടെ അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഇപ്പൊ ലൗറയാണ്. മോളെ ഇവിടെ നിന്നെങ്കിലും ഒച്ച കേട്ടോ ചോദിക്കുമ്പോൾ ഞാനും കേട്ടായിരുന്നു ഒരു ഫോൺ റിങ് ചെയ്യുന്ന പോലെ, ഒന്നുകൂടെ ഒന്ന് അടിച്ചു നോക്കുന്നു പറയാണ്. ഇവരടിച്ചു നോക്കുമ്പോൾ അവിടെ തന്നെ റിങ് ആവുന്നുണ്ട്. നോക്കുമ്പോൾ ഈ സോഫയുടെ ഇടയിലായിട്ട് ലൗറ ആ ഒരു ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് ആ ഒരു ഫോൺ കിട്ടുകയാണ്. അവൻ രാവിലെ പോകുമ്പോൾ ഫോൺ എടുക്കാൻ മറന്നിട്ടുണ്ടാവും. എന്നാലും ഇവൻ എന്താ ഇത്രയും നേരമായിട്ട് വരാത്തത്? ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൗറ പറയാണ് വണ്ടി ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് ലൗറ വേഗം ധൃതി പിടിച്ച് തന്നെ വണ്ടിയുമായിട്ട് അവിടുന്ന് പോവാണ്. ഫെലിക്സ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതായത് എന്തെന്നറിയില്ല, പെട്ടെന്ന് ഇവളുടെ മുഖത്തൊരു പരിഭ്രാന്തിയും ഒരു പേടിയും പെട്ടെന്നുള്ള ഒരു പോക്കും എല്ലാം കൊണ്ടും ഈ ഫെലിക്സ് അവളെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മകൻ ഇത്രയും നേരമായിട്ട് വീട്ടിലേക്ക് വന്നിട്ടില്ല. അവസാനം പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാണ്, നാട്ടുകാരോടും പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ഡോറിയനും ലൗറയാണെങ്കിൽ ഇവരുടെ ആ ഒരു കാർ ഉണ്ടല്ലോ, അപകടം സംഭവിച്ച ആ ഒരു കാർ, അത് സ്ക്രാപ്പിൽ കൊടുത്തിട്ട് പൂർണ്ണമായിട്ടും പൊളിച്ചു കളയാണ്. മാത്രമല്ല പിറ്റേ ദിവസം തന്നെ ചെന്ന് പോലീസിൽ ഒരു കംപ്ലൈന്റും കൊടുക്കുന്നുണ്ട് ഇവരുടെ കാർ കാണാതായി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ സേഫ് ആയല്ലോ. ഇനിയിപ്പോ കാറിന്റെ അവശിഷ്ടം എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആ മോഷ്ടിച്ച ആളുടെ തലയിൽ പെട്ടോളും എന്ന രീതിയിലാണ് ഡാരിയനും ലൗറയും ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. പിന്നെ ഈ ഒരു പയ്യനുണ്ടല്ലോ, അതായത് ജുവാൻ, ഇവൻ കാണാതായ ആ ഒരു കാര്യം വാർത്തയിലൊക്കെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പൊ ന്യൂസിൽ ഈ ഒരു കാര്യം കാണുമ്പോൾ ഡാരിയനും അതുപോലെ തന്നെ ലൗറയ്ക്കും ഉള്ളിലൊരു പേടി ഇല്ലാതിരിക്കും, നന്നായിട്ട് അവർക്ക് പേടിയാവുന്നുണ്ട്. അതിനിടയിൽ ഈ കാണാതായ ജുവാന്റെ അച്ഛനുണ്ടല്ലോ ഫെലിക്സ് പോലീസുകാർക്ക് ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ജുവാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു വഴിയുണ്ടല്ലോ, അതിലൂടെ ഞാനൊന്ന് പോയ സമയത്ത് അപകടത്തിൽ പെട്ടെടുക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടായിരുന്നു. അവളുടെ കാറിന് ഇതുപോലെ പ്രശ്നം ഉണ്ടായിട്ട് ഞാനാണ് അത് നേരാക്കി കൊടുത്തത്. ആ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫെലിക്സ് പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് തന്നെ കാറിന്റെ നമ്പർ കിട്ടിയപ്പോൾ പോലീസുകാർക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ ഉടമ ആരാണെന്ന് ട്രേസ് ചെയ്യാൻ പറ്റി. മറ്റാരുമല്ല ഡാരിയൻ തന്നെ. അപ്പൊ അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. ഇതുപോലെ നിങ്ങളുടെ കാറാണല്ലോ അയാളുടെ വീട്ടിലേക്ക് അന്ന് രാത്രി പോയതെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ ആ കാർ മിസ്സായി എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഡാരിയൻ ഒരു കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദിവസം ആ കാർ ഉപയോഗിച്ചത് അത് അവനല്ലാന്ന് പോലീസുകാർക്ക് വിശ്വാസമാവുകയാണ്. മാത്രമല്ല ഈ സംഭവം നടന്ന അതേ ദിവസം അവൻ ഇവിടെ ഇല്ലായിരുന്നു, പുറത്തായിരുന്നു എന്ന രീതിയിൽ അവനൊരു സാക്ഷിയും അതുപോലെ തന്നെ ഒരു സന്ദർഭമൊക്കെ ഉണ്ടാക്കിയിട്ട് പോലീസുകാരോട് അതും പറയാണ്. അതായത് സംഭവം നടക്കുന്ന സമയത്ത് ആ നാട്ടിലെ അവനില്ല. അങ്ങനെ ഈ ഡാരിയനെ പോലീസുകാർക്ക് സംശയിക്കേണ്ട രീതിയിൽ ഒന്നും കിട്ടുന്നില്ല. അതിന് പുറമെ ഡാരിയൻ അത്യാവശ്യം കാശുള്ള ആളാണല്ലോ. അതുപോലെ തന്നെ വക്കീൽ വഴി പോലീസുകാർക്ക് കുറച്ച് കാശും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു കാരണവശാലും അവന്റെ പേര് ഇതിൽ വരാൻ പാടില്ല, അവൻ ഒഴിവാക്കണം എന്ന് പറയണം. എന്തായാലും അവനെതിരെയായിട്ട് വലിയ തെളിവോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നൈസായിട്ട് പോലീസുകാർ അവൻ ഒഴിവാക്കി കൊടുക്കുകയാണ്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി ഈ ഫെലിക്സിന്റെ വീട്ടിലേക്ക് ലൗറ വന്നായിരുന്നല്ലോ. അവളെ നല്ല രീതിയിൽ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും സംശയമുണ്ട്. അതുകൊണ്ട് അവളുടെ ആ ഒരു സ്കെച്ച് പോലീസുകാർക്ക് ഇവർ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ലേഡി അറിയുമെന്ന് ഡാരിയനോട് ചോദിക്കുമ്പോൾ എനിക്കറിയൊന്നുമില്ല എന്ന് പറയാണ്. പക്ഷേ ഈ ഡാരിയന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ലേഡിയാണ് ഈ ലൗറ. പിടിക്കപ്പെടാനുള്ള സാധ്യത നല്ല രീതിയിലുണ്ട് കേട്ടോ. എന്നാൽ ഈ ഡാരിയന്റെ വക്കീൽ കാര്യങ്ങൾ ചോദിക്കുകയാണ്. എടോ ആ പെണ്ണിനെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, നടന്ന കാര്യം എന്താന്ന് പറയണം. അങ്ങനെ വക്കീലിനോട് ഡാരിയൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ വക്കീലിനും പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ വക്കീൽ വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ആ ഒരു സംഭവത്തിന് ശേഷം ഡാരിയൻ നീ ആ ഒരു ലൗറയെ കണ്ടിട്ടുണ്ടായിരുന്നു ചോദിക്കുകയാണ്. എന്നാൽ ഡാരിയൻ അവളെ വിളിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയണം. ഈ ഒരു കാര്യം ഡാരിയൻ ഇപ്പോ അവന്റെ ആ ഒരു ലേഡി വക്കീലിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അവരോടാണല്ലോ ഈ ഒരു കാര്യമൊക്കെ പറയുന്നത്. അപ്പൊ ആ ലേഡി വക്കീൽ അതായത് ലോയർ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഉറപ്പാണോ? അവളോട് സംസാരിച്ചിട്ടില്ല ഫോണിൽ പോലും? കാരണം നാട് മുഴുവൻ CCTV ആണ്. ഏതെങ്കിലും ഒന്നില് നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രണ്ടുപേരും ശരിക്കും പെടുന്നു പറയാണ്. അപ്പൊ ഡാരിയൻ പറയണം, ഇല്ല മാഡം ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷെ കുറച്ച് ദിവസത്തിന് ശേഷം ഞാനായിട്ട് തന്നെ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു കാരണം ഉണ്ടായിരുന്നു മാഡം. ഞാൻ TV ഒരു ദിവസം തുറന്നു നോക്കിയപ്പോൾ അന്ന് മരണപ്പെട്ടു പോയ ഈ ഒരു ജുവാനുണ്ടല്ലോ, ഇവൻ ശരിക്കും മരിച്ചിട്ടില്ല എന്ന രീതിയിൽ വാർത്ത വരികയാണ്. അതിനു പുറമെ അവൻ ജോലി ചെയ്യുന്ന ബാങ്കിൽ നിന്നും ഒരു 50,000-ഓളം യൂറോ അടിച്ചു മാറ്റി അവൻ നാട് വിട്ടതാണ് എന്ന രീതിയിൽ വാർത്തയും വന്നു. ആ വാർത്ത കണ്ടപ്പോൾ മാഡം ശരിക്കും ഞാൻ ഷോക്കായിപ്പോയി. എനിക്ക് വല്ലാത്തൊരു ടെൻഷനും മനസ്സിൽ തോന്നി. ആരാ ഇതിങ്ങനെ ചെയ്തത്? അതായത് ജുവാൻ മരിച്ചതാണെന്ന് എനിക്കും അറിയാം, അതുപോലെ തന്നെ ലൗറയ്ക്കും അറിയാം. അപ്പൊ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ അവളെ വിളിച്ചു. ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്തു. എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അത് അങ്ങനെ വരുത്തി തീർത്തത് ഈ ലൗറ തന്നെയായിരുന്നു. കാരണം അവന്റെ പേഴ്സും കാര്യങ്ങളും അന്ന് തന്നെ ലൗറ അവളുടെ കയ്യിൽ വെച്ചായിരുന്നു. അതിൽ ആ ഒരു ID കാർഡ് മാത്രമല്ല, അവൻ ജോലി ചെയ്യുന്ന അതേ ബാങ്കിൽ തന്നെ ലൗറയുടെ ശരിക്കുള്ള ഭർത്താവ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് ഇവന്റെ ആ ഒരു ID കാർഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവന്റെ പാസ് കീ ഉപയോഗിച്ചിട്ട് ഏതോ ഒരു അക്കൗണ്ടിൽ നിന്നും ഏകദേശം 50,000-ഓളം യൂറോ ഇവർ അടിച്ചെടുത്തു. എന്നിട്ടൊരു കഥയുണ്ടാക്കി അത് അടിച്ചു മാറ്റി ജുവാൻ എങ്ങോട്ടോ നാട് വിട്ടതാണെന്ന്. പക്ഷേ ഇത് വലിയ മഹാപാപാണെന്ന് ഡാരിയൻ പറയണം. ഓൾറെഡി അവൻ മരണപ്പെട്ടു പോയി. പിന്നീടും അവൻ എന്തിനെങ്ങനെ ദ്രോഹിക്കുന്നത്? അത് ചെയ്യണമെന്നൊക്കെ ലൗറയോട് ഡാരിയൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവന്റെ ഉള്ളിൽ എന്തോ ഒരു ഉൾക്കുത്തൽ പോലെ. പക്ഷെ ലൗറയ്ക്ക് അങ്ങനെ യാതൊരു മനസ്സാക്ഷിയില്ല. എങ്ങനെയെങ്കിലും ഈ ഒരു കേസിൽ നിന്നും രക്ഷപ്പെടണം, ആ ഒരു കാര്യം മാത്രമേ അവളുടെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓവറായിട്ട് ഡാരിയൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ലൗറ പറയാണ്, നീ ഓവറായിട്ട് സംസാരിക്കാൻ നിൽക്കല്ലേ. ഇനി അഥവാ വല്ല കുന്തളിപ്പും കാണിക്കാൻ നിന്നാ എല്ലാം കൂടെ ഞാൻ നിന്റെ തലയിലിട്ട് തരും. ഞാൻ പെടില്ല, നീയേ പെടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ലൗറ ഡാരിയനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വേറൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഡാരിയനും അതിനൊരു മൗനസമ്മതം കൊടുക്കുകയാണ്. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ഈ വക്കീല് ഇവർ ചോദിക്കുമ്പോൾ ഡാരിയൻ പറയണ, അങ്ങനെ ഒരു ദിവസം ഇയാളുണ്ടല്ലോ, അതായത് ഈ ജുവാന്റെ അച്ഛൻ ഫെലിക്സ്
ഒരു ദിവസം എന്നെ കാണാനായിട്ട് ഓഫീസിലേക്ക് വന്നു. അയാൾക്ക് എങ്ങനെയാണ് എന്നെ മനസ്സിലായതെന്ന് വെച്ചാൽ എന്റെ കാറിന്റെ ആ ഒരു നമ്പർ പ്ലേറ്റ് അത് ഐഡന്റിഫൈ ചെയ്ത് പോലീസുകാർ എന്നെ വിളിപ്പിച്ചായിരുന്നല്ലോ. അപ്പൊ സ്റ്റേഷനിൽ അവർ രണ്ടുപേരുണ്ടായിരുന്നു, ഈ ഫെലിക്സും അദ്ദേഹത്തിന്റെ ആ ഒരു ഭാര്യയും. അവരെന്നെ അപ്പൊ കണ്ടിരുന്നു. അതുകൊണ്ടാണ് എന്നെ തേടി ഈ ഫെലിക്സ് എന്റെ ഓഫീസിലേക്ക് വന്നത്. വന്ന പാടിന് ഇയാളുടെ കയ്യിൽ ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കത്തിക്കാനായിട്ട് ഒരു ലൈറ്ററും അയാൾ എന്നോട് ചോദിച്ചു. പിന്നീട് ആ ഒരു ലൈറ്റർ അയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അക്വറിയത്തിലേക്ക് ചുമ്മാ എറിഞ്ഞു കളയാണ്. എന്തിനാ അയാൾ അങ്ങനെ ചെയ്തെന്ന് എനിക്കറിയില്ല. പക്ഷെ അയാൾ അങ്ങനെ ചെയ്ത സമയത്ത് എനിക്കെന്തോ അവൻ ആ ഒരു വെള്ളത്തിലേക്ക്, അതായത് ആ ഒരു തടാകത്തിലേക്ക് കാറടക്കം തള്ളിയിട്ടില്ലേ, ആ കാര്യം ഓർമ്മ വന്നു. എനിക്കെന്തോ ഉള്ളിൽ വല്ലാത്ത ടെൻഷൻ വന്നു. ശരിക്കും പറഞ്ഞാൽ എന്റെ തൊണ്ടയൊക്കെ ഇടറി പോയിട്ടുണ്ടായിരുന്നു എന്ന് ഡാരിൻ ഇപ്പോൾ വക്കീലിനോട് പറയണം. അല്ല, അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് വക്കീൽ ചോദിക്കുമ്പോൾ പിന്നീട് അയാൾ എന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അതായത് അന്ന് രാത്രി ഈ ലൗറയും കൂട്ടിയിട്ട് ഈ ഫെലിക്സ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയല്ലോ. പണിയെല്ലാം കഴിപ്പിച്ച് അവൾ തിരിച്ചു പോകുന്ന നേരത്ത് വല്ലാത്തൊരു ധൃതിയും ഒരു പേടിയും അവളുടെ മുഖത്തുണ്ടായിരുന്നു. അതിന് പുറമെ അവൾ ആ ഒരു കാർ സീറ്റിൽ കയറി ഇരിക്കുമ്പോൾ അവൾ ആ ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ഇതിനു മുന്നേ ആ ഒരു കാർ ഓടിച്ചത്, അതായത് ഈ കാർ അപകടം നടക്കുമ്പോൾ ആ കാർ ഓടിച്ചത് അവൾ ആയിരുന്നെങ്കിൽ അങ്ങനെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാർ ഓടിച്ചത് അത് വേറെ ആളാണ്. ആ കാറിന്റെ ഓണർ ആയിട്ടുള്ള നീ ആയിരിക്കില്ല ആ ഒരു കാർ ഓടിച്ചിട്ടുണ്ടാവുക എന്നിങ്ങനെ ഫെലിക്സ് ഡാരിയന്റെ മുഖത്ത് നോക്കി ചോദിച്ച സമയത്ത് ഡാരിയ നന്നായിട്ട് പതറിപ്പോകുന്നുണ്ട്. കാരണം അയാൾ പറഞ്ഞത് സത്യമായിരുന്നു. പിന്നെ ഈ ജുവാന്റെ അച്ഛനുണ്ടല്ലോ ഫെലിക്സ്, അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറാൻ തുടങ്ങിയാണ്. സത്യം പറയടാ, നീയൊക്കെ കൂടി എന്താടാ എന്നെ മോനെ ചെയ്തത്? എല്ലാം തീർന്നു, അവൻ പോയി എന്ന് കരുതിയിട്ട് ഒതുങ്ങി ജീവിക്കാൻ തീരുമാനിച്ചായിരുന്നു ഞാനും എന്റെ ഭാര്യയും. ആ സമയത്താണ് വാർത്തയിലൊക്കെ ഒരു കാര്യം വന്നത് ഞങ്ങൾ കണ്ടത്. അവനെന്തോ വലിയ തുകയെല്ലാം പറ്റിച്ച് എങ്ങോട്ടോ കടന്നു കളഞ്ഞത്. അവനിപ്പോഴും ജീവനോടെ ഉണ്ടെന്ന്. എല്ലാം മറന്ന് ഒതുങ്ങി ജീവിക്കാൻ തീരുമാനിച്ച ഞങ്ങൾ ഇനി വിട്ടുകൊടുക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചു. പോലീസുകാരാണെങ്കിലോ എന്റെ മകൻ ജുവാൻ ഒരു കള്ളനാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു കേസ് ക്ലോസ് ചെയ്തു. അവര് പിന്നെ അന്വേഷിക്കുന്നൊന്നുമില്ല. പിന്നെ എന്റെ മകൻ കള്ളനാണെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരൊക്കെ ഞങ്ങളെ കളിയാക്കിയ സമയത്ത്, ഞങ്ങൾ അപമാനിച്ച സമയത്ത് എന്റെ ഭാര്യയ്ക്ക് എന്താ പറ്റിയെന്നറിയോ? അവള് ഹൃദ്രോഗിയാണ്. അവൾ ഇന്ന് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആശുപത്രിയിലാണ്. ഇതിനൊക്കെ ആരുത്തരം പറയടാ? ദയവ് ചെയ്തിട്ട് ഒന്നും പറയടാ. എന്റെ മകൻ അവന്റെ ബോഡി എങ്കിലും ഒന്ന് തന്നാ മതി പ്ലീസ്. അങ്ങനെ ഇവനോട് ഡാരിയനോട് കാല് പിടിച്ച് പറയുന്നത് പോലെ ഫെലിക്സ് സംസാരിക്കുകയാണ്. എന്നാൽ പേടി കാരണം ഡാരിയനും ഈ ഒരു കാര്യം പറയുന്നില്ല. അതുകൊണ്ട് ഇയാൾക്ക് ദേഷ്യം വന്ന് ഇവനെ കയറി പിടിക്കുകയാണ്. അപ്പോഴേക്കും സെക്യൂരിറ്റി ഗാർഡ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഫെലിക്സിനെ ഇവരെല്ലാവരും പിടിച്ച് വലിച്ച് പുറത്താക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു മനുഷ്യൻ കൊലവിളി വിളിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. കാരണം മകനെയാണ് ഇതുപോലെ കൊന്നിരിക്കുന്നത്. അതിൽ ഈ ഡാരിയന് നല്ല പങ്കുണ്ടെന്ന് ഈ ഫെലിക്സിന് ഏകദേശം ഉറപ്പായിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വക്കീലിനോട് ഡാരിയൻ പറയാണ്. ഇപ്പൊ ഈ ഒരു വക്കീൽ ചോദിക്കുകയാണ്, ഓക്കെ അതിനുശേഷം വേറെ എന്തോ ഒരു കാര്യം നടന്നല്ലോ, അതെന്താന്ന് ചോദിക്കുമ്പോൾ ശരിയാണ് മേഡം, വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. ശരിക്കും അതാണ് എല്ലാത്തിനും കാരണമായത്. അതായത് എനിക്കൊരു കൊറിയർ വന്നു, അതിലൊരു ഫോട്ടോയും അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത ഒരു കാസറ്റും ഉണ്ടായിരുന്നു. ആ ഫോട്ടോ ഞാനൊന്ന് ജുവാനെ തള്ളിയിട്ട് ആ ഒരു തടാകം ഉണ്ടല്ലോ അതിന്റെ ഫോട്ടോ ആയിരുന്നു. പിന്നീട് റെക്കോർഡ് ചെയ്ത ആ ഒരു വോയിസ് അത് കേട്ട് നോക്കുമ്പോൾ ആരോ ഒരാൾ, എനിക്കറിയില്ല, അയാൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഞാൻ ഈ ജുവാനെ ആ തടാകത്തിലേക്ക് തള്ളിയിടുന്നത് അയാൾ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ എവിഡൻസും അയാളുടെ കയ്യിലുണ്ട്. അത് വെച്ച് അയാൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല അയാൾക്ക് 1,00,000 യൂറോ വേണമെന്ന് പറഞ്ഞു. പിന്നീട് ഒരു ഹോട്ടലിന്റെ ലൊക്കേഷൻ പറഞ്ഞു. ആ സ്ഥലത്തേക്ക് ഈ പൈസയുമായിട്ട് വരണമെന്നും പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ പോരാ, പകരം എന്റെ കൂടെ അന്നുണ്ടായിരുന്ന ലൗറയെ കൂടെ കൂട്ടണമെന്ന് ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആള് പറഞ്ഞു. പക്ഷെ അത് ആരാണെന്ന് എനിക്ക് അറിയില്ല മേഡം. അങ്ങനെ അയാൾ പറഞ്ഞ ആ ഒരു ഹോട്ടൽ, അതായത് ഇവിടുന്ന് ഏകദേശം 100-400 കിലോമീറ്റർ ഉണ്ട്. അത്രയും ദൂരത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും ആ ഒരു കാശുമായിട്ട് പോയി. പക്ഷെ ഹോട്ടലിൽ കയറാൻ വേണ്ടിയിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പകരം അവിടെ ഉണ്ടായിരുന്ന ഒരു പബ്ലിക് ടെലിഫോൺ, അതിലേക്ക് ഇന്ന സമയത്ത് ഒരു കോള് വരുന്നു പറഞ്ഞു. അപ്പൊ ആ ഒരു കോളിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും അവിടെ കാത്തിരുന്നു. കോള് പോയി എടുക്കേണ്ടത് ഞാനല്ല, ലൗറയായിരുന്നു. അങ്ങനെ ലൗറ പോയിട്ട് ആ ഒരു കോളിൽ സംസാരിക്കുകയാണ്. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു സ്ട്രേഞ്ചർ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫോൺ ഉണ്ടല്ലോ അത് താഴെയുള്ള ഡസ്റ്റ്ബിനിൽ ഇടുന്ന. അതുപോലെ തന്നെ ലൗറ ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് പോവാതെ ലൗറ മുന്നിലും അതുപോലെ തന്നെ ഡാരിയൻ പിന്നിലുമായിട്ട് പോകാൻ പറഞ്ഞു. ഇതിനുശേഷം ഡാരിയന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ആ മെസ്സേജ് വന്നത് ലൗറയുടെ ഫോണിൽ നിന്നായിരുന്നു. കാരണം ആ ഫോൺ ഓൾറെഡി അവൾ ഡസ്റ്റ്ബിനിൽ ഇട്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു മെസ്സേജിൽ പറയുന്നത് റൂം നമ്പർ 715 അങ്ങോട്ടേക്ക് പോകാനാ. ഇതെന്തിനാ അങ്ങോട്ടേക്ക് പോകാൻ പറയുന്നത്? ഇവരിപ്പോ അവിടുന്ന് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ ഡാരിയൻ ഒരു കാര്യം മനസ്സിലായി. അതായത് ഇവരെ എന്തോ പെടുത്താനുള്ള ഒരു ശ്രമമാണ്. അപ്പൊ ഡാരിയൻ വേഗം തന്നെ ആ ഒരു റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ അപ്പൊ ലൗറ ഉണ്ടായിരുന്നു. എന്താണ് എന്ന് ചിന്തിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ചുറ്റും ഒന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ ഡാരിയന്റെ തലയ്ക്ക് അപ്പൊ അടി കിട്ടുകയാണ്. അവന്റെ ബോധം പോയി നിലത്ത് വീണു. ആ സമയത്താണ് സ്ട്രേഞ്ച് ആയിട്ടുള്ള ആ ആള് വന്നിട്ട് ആ അജ്ഞാതം വന്ന് ലൗറയെ കൊന്ന് ബാത്റൂമിൽ കൊണ്ടുപോയിടുന്നതും ആ കാശ് അവളുടെ ദേഹത്തിടുന്നതും. പിന്നീട് എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ അവളുടെ അടുത്തേക്ക് പോയി. അവളെ പിടിച്ചു നിൽക്കുമ്പോഴാണ് എല്ലാവരും വാതിൽ തുറന്ന് ഉള്ളിലേക്ക് വന്നതും ഞാൻ അവളെ പിടിച്ചു നിൽക്കുന്നത് കണ്ടതും ഞാൻ പ്രതിയായതും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഡാരിയൻ വക്കീലിനോട് പറയുമ്പോൾ വക്കീൽ പറയണ, ഡാരിയ എനിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഡാരിയ എന്താണെന്നറിയോ, നീ ഇപ്പോ കുറ്റം ചെയ്താലും ഇല്ലെങ്കിലും സത്യം മുഴുവനായിട്ടും എനിക്കറിയണം, അറിഞ്ഞേ മതിയാവുള്ളൂ. കാരണം ഞാനൊരു വക്കീലല്ലടോ, നിന്നെ രക്ഷപ്പെടുത്താനല്ലേ വന്നത്. ഇനിയിപ്പോ നീ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അതൊന്നും എനിക്കൊരു വിഷയമല്ല. എന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ നിന്നെ രക്ഷപ്പെടുത്തലാണ്. സോ എനിക്ക് ഓരോ ലൂപ്പ് ഹോൾ പറയണമെങ്കിൽ സത്യമായിട്ട് നീ പറയാന്ന് പറയാണ്. ബട്ട് ഡാരിയനെ ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇതൊക്കെ തന്നെയാണ് സത്യം എന്ന് പറയാണ്. അപ്പൊ ഡാരിയനോട് വക്കീൽ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ആര്യ സംശയം, നിന്റെ തലക്കടിച്ചതും അതുപോലെ തന്നെ ലൗറയെ കൊന്നതും അത് ആരായിരിക്കും ചോദിക്കുമ്പോൾ ഡാരിയൻ പറയാണ്, അന്ന് ഈ ജുവാന്റെ കാറിന് ഞങ്ങളുടെ കാർ തട്ടിയല്ലോ, ആ സമയത്ത് അതിലൂടെ ഒരു സ്ട്രേഞ്ചർ പോയില്ലേ, അയാളെ
എനിക്ക് നല്ല സംശയമുണ്ട്. ഇവിടുന്ന് പോവുകയാണ് എന്ന് കാണിച്ചിട്ട് അയാൾ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് മറഞ്ഞിരുന്നിട്ടുണ്ടാവും. പിന്നീട് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അയാൾ ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ ആ ഒരു പയ്യന്റെ കാറ് തടാകത്തിൽ കൊണ്ടുപോയി തള്ളിയില്ലേ, അതെല്ലാം അയാൾ കണ്ടിട്ടുണ്ടാവും, അത് ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ മേഡം, ഞാൻ ആ ഒരു കാറ് അത് വെള്ളത്തിലേക്ക് തള്ളിയിടുന്ന സമയത്ത് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അവിടെ ആരോ ഉള്ളതുപോലെ തോന്നിയായിരുന്നു. എന്നാൽ ഞാൻ പിന്നീട് വിചാരിച്ചു ഒരു കാടില്ലേ, മൃഗങ്ങളായിരിക്കും, വല്ല മാനോ പൂച്ച അങ്ങനെ എന്തെങ്കിലും. പക്ഷേ എനിക്ക് ഉറപ്പായി മേഡം അതൊരു മൃഗമൊന്നും ആയിരുന്നില്ല, അത് അയാൾ തന്നെയായിരിക്കും, ആ ഒരു സ്ട്രേഞ്ചർ. എനിക്ക് ഉറപ്പാണ് അയാൾ തന്നെയായിരിക്കും. എന്നാൽ വക്കീല് പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം അയാൾക്ക് കാശ് മാത്രം മതി, നിങ്ങളെ കൊല്ലേണ്ട ആവശ്യം എന്താ, നിങ്ങളെ ട്രാപ്പ് ചെയ്യേണ്ട ആവശ്യം എന്താ? അയാൾ ആവാനൊരു സാധ്യതയില്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു പയ്യനുണ്ടല്ലോ ജുവാൻ, അവന്റെ അച്ഛനായിട്ടുള്ള ഫെലിക്സ് ആയിരിക്കും നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കാശ് അങ്ങോട്ടേക്ക് കൊണ്ടുവരിച്ചതും അതുപോലെ നിന്റെ തലക്കടിച്ചതും ലൗറയെ കൊന്നതും അയാൾ തന്നെയായിരിക്കണം. പക്ഷെ ഇവിടെ വെച്ച് ഡാരിയൻ മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട്, മേഡം ഞാനാണ് അയാളുടെ മകനെ കൊന്നത് എന്ന് അയാൾക്ക് എങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റും? ഇതുവരെയായിട്ടും ബോഡിയും കിട്ടിയിട്ടില്ല, യാതൊരു എവിഡൻസും ഇല്ല. അപ്പോഴാണ് ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ വക്കീൽ പറയുന്നത്. അതായത് അന്ന് അയാൾ നിന്റെ ഓഫീസിലേക്ക് വന്നു എന്ന് പറയുന്നില്ലേ, വന്ന വാർഡിന് നിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലൈറ്റർ അത് അയാൾ മേടിച്ചിട്ടുണ്ടാവണം. മിക്കവാറും ചിലപ്പോൾ ആ വണ്ടി നന്നാക്കുന്ന സമയത്ത് നിന്റെ ലൈറ്റർ അയാൾ ആ ഒരു വണ്ടിയിൽ കണ്ടിട്ടുണ്ടാവും. സോ നീ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റർ എപ്പോഴും ഒരുപോലെ ആയിരിക്കുമല്ലോ. അപ്പൊ അത് തന്നെയാണെന്ന് ഇയാളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും അന്ന് ആ ഒരു ലൈറ്റർ മേടിച്ചത്. ഇതിനു പുറമെ അയാൾ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു എന്ന് നീ പറഞ്ഞല്ലേ, അതായത് ലൈറ്റർ നേരെ അവിടെ ഉണ്ടായിരുന്ന ആ വെള്ളത്തിലേക്ക് ഇട്ടുവെന്ന്. അയാൾ അങ്ങനെ ചെയ്ത സമയത്ത് നിനക്ക് ജുവാനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് ആ ഒരു കാര്യം ഓർമ്മ വരൂ, നിനക്ക് എന്തോ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും ചെയ്തില്ലേ? അയാൾക്കും അത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. അതായത് നിന്റെ മുഖത്തെ ആ ഒരു ഭയവും കാര്യങ്ങളൊക്കെ അയാൾ ഒബ്സർവ് ചെയ്യായിരുന്നു. പിന്നീട് ആ ഒരു കാര്യം അയാൾക്ക് കൺഫേം ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി തന്നെ ഈ ഫെലിക്സ് മിക്കവാറും അവിടെ ഏതെങ്കിലും ഒരു തടാകം, എല്ലാം കാണാൻ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണല്ലോ, അങ്ങനെ ഏതെങ്കിലും ഒരു തടാകത്തിന്റെ ഫോട്ടോ എടുത്ത് ഇതുപോലെ ഒരു കൊറിയ നിനക്ക് അയച്ചിട്ട് ഒരു ചൂണ്ട ഇട്ടതായിരിക്കണം. പക്ഷേ അത് മനസ്സിലാക്കാതെ നിങ്ങൾ രണ്ടുപേരും ആ ഒരു ചൂണ്ടയിൽ കയറി കൊത്തുകയും ചെയ്തു. എല്ലാത്തിനും കാരണം ബേസിക്കലി ഭയം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഏരിയയിൽ ഒരുപാട് തടാകങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇത് എവിടത്തെയാണ് ഏതാണ് എന്നൊന്നും ഒറ്റയടിക്ക് ഫൈൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഏകദേശം എല്ലാം ഒരുപോലൊക്കെ തന്നെയാണ്. എന്തായാലും അയാളുടെ മകന്റെ കൊലപാതകയെ കണ്ടെത്താനായിട്ട് അയാൾ നല്ല കുറുക്കനെ പോലെ ചിന്തിച്ചു. നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്തു, നിങ്ങളുടെ ആ ഒരു ഫോൺ ഡസ്റ്റ്ബിനിലേക്ക് ഇടാൻ പറഞ്ഞില്ലേ, അത് ഇടിപ്പിച്ചതും അയാൾ തന്നെയാണ്. അതിൽ നിന്ന് നിനക്ക് മെസ്സേജ് അയച്ചതും ഇതേ ഫെലിക്സ് തന്നെയാണ്. എന്നിട്ട് നിങ്ങളുടെ റൂമിലേക്ക് വന്ന് നിന്റെ തലക്കടിച്ചതും അതുപോലെ തന്നെ ആ ഒരു കാശെടുത്ത് അവളുടെ ദേഹത്തിട്ടതും അവളെ കൊന്നതും എല്ലാം ഈ ഒരു ഫെലിക്സ് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഡാരിന് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നും, അല്ല മേഡം ഓക്കെ ഇനിയിപ്പോ അയാളാണ് ഉള്ളിലേക്ക് വന്ന് കൊന്നത്, എന്നാൽ എങ്ങനെയായിരിക്കും അയാൾ ആ ഒരു റൂമിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ടാവുക? കാരണം വാതിൽ ഉള്ളിൽ നിന്ന് ലോക്കായിരുന്നു, ജനലൊന്നും തുറക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ഉള്ളിലേക്ക് വന്ന ഫെലിക്സ് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകും? ഇവിടെ വെച്ചാണ് ലോയർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അത് അവന് കാണിച്ചു കൊടുക്കുന്നത്. അവനെ അന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് അവന്റെ ഒരു ഫോട്ടോ എടുത്തായിരുന്നു. അപ്പൊ അവിടെ പോലീസുകാരുണ്ട്, ആ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ചില സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റാഫിന്റെ കൂട്ടത്തില് ആ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ഒരാള്, അത് മറ്റാരുമല്ല ഈ ഫെലിക്സിന്റെ ഭാര്യ, മരിച്ചുപോയ ജുവാന്റെ അമ്മയായിരുന്നു. ശരിക്കും ആ ഒരു കാര്യം കേട്ടപ്പോ ഡാരിയൻ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ മനസ്സിലായോ എന്തിനാണ് ഇവിടെ നിന്നും ഏകദേശം 400 കിലോമീറ്റർ അപ്പുറത്തുള്ള ആ ഒരു ഹോട്ടലിലേക്ക് തന്നെ കാശുമായിട്ട് വരണമെന്ന് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്ത ആ ആള് പറഞ്ഞെന്ന്? കാരണം അവിടെ ജോലി ചെയ്യുന്ന ഈ ഫെലിക്സിന്റെ ഭാര്യയ്ക്ക് അവിടുത്തെ ആ ഒരു ജനലും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ലിവർ അവരുടെ കയ്യിലുണ്ട്. അതുപോലെ എല്ലാ വാതിലിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് കീയും അവരുടെ കയ്യിലുണ്ട്. അവരവിടുത്തെ ഒരു സ്റ്റാഫ് ആണല്ലോ. അപ്പൊ അന്ന് ആ ഒരു കൊലപാതകം നടന്ന ആ ഒരു സമയമുണ്ടല്ലോ, നിങ്ങൾ ആ റൂമിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഫെലിക്സിന്റെ ഭാര്യ ആ ഒരു വിൻഡോയുടെ ഹാൻഡിൽ ഉപയോഗിച്ചുകൊണ്ട് അത് അൺലോക്ക് ചെയ്തിട്ട് ചെറുതായിട്ട് തുറന്നു വെച്ചായിരുന്നു. ഇയാൾ അതിലൂടെ ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ടാവണം. ആ സമയത്താണ് നിങ്ങൾ ആ റൂമിലേക്ക് വന്നതും അവിടെ മറഞ്ഞിരുന്ന ഫെലിക്സ് നിങ്ങളെ രണ്ടുപേരെയും ആക്രമിച്ചതും ലൗറയെ കൊന്നതും. ഇതിനുശേഷം അതേ ജനലിലൂടെ തന്നെ ഇയാൾ പുറത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ ഡാരിയൻ വീണ്ടും ഒരു സംശയം ചോദിക്കണം, മേഡം അന്ന് എന്നെ ഇവർ പിടിക്കാൻ വേണ്ടി ആ റൂമിലേക്ക് വന്ന സമയത്ത് എല്ലാ ജനലും ഉള്ളിൽ നിന്നും ലോക്കായിരുന്നു, അതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ പോലീസുകാരുടെ കൂടെ ഉള്ളിലേക്ക് ഒരുപാട് പേര് വന്നല്ലോ, ആ കൂട്ടത്തിൽ ഫെലിക്സിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ആ ഒരു ലോക്ക് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധ മരിച്ചു കിടക്കുന്ന ലൗറയിലായിരുന്നു. ഈ സമയത്ത് നൈസ് ആയിട്ട് വന്നിട്ട് ഫെലിക്സിന്റെ ഭാര്യ ജനൽ ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് പോലീസുകാർ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ ജനലും അത് ഉള്ളിൽ നിന്നും ലോക്കഡ് ആയിട്ട് അവർക്ക് തോന്നിയത്, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു അത് ഉണ്ടായിരുന്നത്. ഈ രീതിയിൽ നമ്മുടെ വക്കീൽ ഗസ് ചെയ്യാണ് കേട്ടോ, ഇങ്ങനെ ആയിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക എന്ന രീതിയിൽ. എന്നാൽ വക്കീൽ ഗസ് ചെയ്ത ആ ഒരു കാര്യം അത് അതുപോലെ തന്നെയാണ് നടന്നത്. ഇത് കേട്ട സമയത്ത് ഡാരിയൻ പറയാണ്, മേഡം നിങ്ങൾ അടിപൊളിയാട്ടോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കേസുകൾ വിജയിച്ചതെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. കാരണം ലൂപ്പ് ഹോൾ അത് ഉണ്ടാക്കി നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തുമെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചതും. എത്ര പേയ്മെന്റ് വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറെന്ന് പറയാം. എന്നാൽ അവസാനമായിട്ട് ലോയർ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഡാരിയൻ എല്ലാം ഓക്കെയാണ്, ആ ഒരു കൊലപാതകം നീ എല്ലാം ചെയ്തതെന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. പക്ഷേ കൊലപാതകം ചെയ്തത് അത് ഫെലിക്സ് ആണെന്ന് തെളിയിക്കണമെങ്കിൽ മറ്റൊരു കാര്യം ഇവിടെ സംഭവിക്കണം. എന്താണ് ആ ഒരു കാര്യം എന്ന് ഡാരിയൻ ചോദിച്ചപ്പോൾ ഈ വക്കീൽ ഒരു കാര്യം പറയണം, അതായത് ജുവാൻ ഉണ്ടല്ലോ അവൻ മരിച്ചതായിട്ട് തന്നെ പോലീസുകാരെ അറിയിക്കണം, പബ്ലിക്ക് അറിയണം. പിന്നീട് അത് ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയത് അത് ലൗറയാണ് എന്ന് നമ്മൾ വരുത്തി തീർക്കണം. അങ്ങനെ വരുത്തി തീർത്താൽ എന്ത് സംഭവിക്കും? പോലീസുകാർ ഒരു കാര്യം മനസ്സിലാവും, അതായത് ലൗറ കാരനാണ് ജുവാൻ മരിച്ചത്. ജുവാൻ മരിക്കാൻ കാരണം ലൗറ ആയതുകൊണ്ട് തന്നെ ഫെലിക്സിന് നല്ല പകയുണ്ടാവും. ആ ഒരു പക ഉള്ളിൽ വെച്ചിട്ട് ആ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ഫെലിക്സും അദ്ദേഹത്തിന്റെ ആ ഒരു ഭാര്യയും കൂടിയിട്ട് രണ്ടുപേരും പ്ലാൻ ചെയ്ത് ലൗറയെ കൊന്നു എന്ന് നമുക്ക്
വരുത്തി തീർക്കാം. അതായത് 2 കേസിൽ നിന്നും നിനക്ക് നല്ല അടിപൊളിയായിട്ട് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ അതിന് മുന്നേ ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യണം. ഈ ലൗറയുടെ എന്തെങ്കിലുമൊക്കെ ചില വസ്തുക്കൾ, അതായത് വല്ല പേഴ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമോ, അതായത് ഒരു കാർഡ്, ആ കാർഡ് പോലെ എന്തെങ്കിലും ഒന്ന് ആ കാറിലിട്ട് വീണ്ടും കാർ അതുപോലെ തന്നെ ആ ഒരു തടാകത്തിലേക്ക് തള്ളി വെക്കണം. പിന്നീട് പോലീസുകാർ ട്രേസ് ചെയ്താലും ഒരു കാരണവശാലും നിന്നിലേക്ക് എത്താത്ത രീതിയിലുള്ള ഒരു സ്ട്രേഞ്ചറുടെ ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് പോലീസുകാർ വിളിച്ചു പറയണം ഇതുപോലെ ആ കാറ് ആ തടാകത്തിലുണ്ടെന്ന്. പോലീസുകാർ വരും, ആ ഒരു കാറും അതുപോലെ തന്നെ മരിച്ചുപോയ ജുവാന്റെ ബോഡിയും റിക്കവർ ചെയ്യും. അതിൽ നിന്നും ലൗറയുടെ ആ ഒരു സാധനം അവർക്ക് കണ്ടെടുക്കാൻ പറ്റും. സോ അതിലൂടെ അവർക്ക് മനസ്സിലാവും ലൗറ തന്നെയാണ് ഈ ഒരു ജുവാനെ കൊന്നത് എന്ന്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് അറിയേണ്ടത് എവിടെയാണ് ആ ഒരു ലേക്ക് ഉള്ളത്. ആ ലൊക്കേഷൻ ഈ ഒരു മാപ്പിൽ ഒന്ന് അടയാളപ്പെടുത്തിയതാണ് വക്കീൽ പറയണം. ഓക്കെ, എന്തായാലും അതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അതുകൊണ്ട് തന്നെ ഡാരിയൻ ആ ഒരു കാര്യം ഈ ഒരു മാപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് വക്കീലിനോട് ഒരുപാട് നന്ദി പറയാണ്. ഒരുപാട് പേരെ ഞാൻ കണ്ടായിരുന്നു. രക്ഷപ്പെടാൻ എന്തെങ്കിലും നല്ലൊരു ലൂപ്പ് ഹോളിന് വേണ്ടി ഒരു പൊട്ടനും ഒന്നും പറഞ്ഞു തരാൻ പറ്റിയില്ല. പക്ഷേ മേഡം, ഈ ഒരു പ്രായത്തിലും നിങ്ങളുടെ ഈ ഒരു ബുദ്ധി ഉണ്ടല്ലോ, അത് സമ്മതിച്ചേ മതിയാവുള്ളൂ കേട്ടോ. ഈ ഒരു കേസിൽ വിജയിച്ചു കഴിഞ്ഞാൽ എത്ര കാശ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ വക്കീലിനോടും ഡോക്ടറോടും ഒരിക്കലും നുണ പറയാൻ പാടില്ല എന്നല്ലേ. അതുകൊണ്ട് മറ്റൊരു രഹസ്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. അന്ന് അപകടം നടന്ന് അതിൽ ഈ ജുവാൻ മരിച്ചുപോയി എന്നാണ് ഞങ്ങൾ രണ്ടുപേരും കരുതിയത്. എന്നാൽ ആ ഒരു തടാകത്തിലേക്ക് അവന്റെ ആ ഒരു കാർ തള്ളിയിടാൻ പോയപ്പോൾ അവൻ മരിച്ചിട്ടില്ലായിരുന്നു, അവന് ജീവനുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അവനെ അവിടെ വെച്ച് രക്ഷപ്പെടുത്തായിരുന്നു. പക്ഷേ അത് കൂടുതൽ പ്രശ്നമായേക്കോ എന്ന് ഭയന്നിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവൻ അതുപോലെ തന്നെ ആ ഒരു വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. അങ്ങനെ ആ ഒരു വെള്ളത്തിൽ വീണാണ് ശരിക്കും അവൻ മരിച്ചിട്ടുണ്ടാവുക, ശ്വാസം കിട്ടാതെ മരിച്ചിട്ടുണ്ടാവുക. ഈ കാര്യം കേട്ടപ്പോൾ നമ്മുടെ വക്കീൽ ശരിക്കും ഞെട്ടിപ്പോവാണ്. ഇപ്പൊ വക്കീൽ ഒരു കാര്യം പറയാണ്, ഡാരിയ, നിന്റെ കൂടെ ഞാൻ ഇത്രയും നേരം നിന്നതും നിന്നെ ഇത്രയും ഹെൽപ്പ് ചെയ്യാൻ നിന്നതും നിന്റെ ഭാഗത്ത് ഒരു ന്യായം ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ്. നീ അറിയാതെ ഈ ഒരു കേസിൽ വന്ന് പെട്ടതായിരിക്കുമെന്ന് കരുതിയിട്ടാണ്. എന്നാലുണ്ടല്ലോ, നീ ഈ ചെയ്തത് അത് ശിക്ഷ അർഹിക്കുന്ന കുറ്റാണ്. കാരണം ഒരു ചെറിയ പയ്യനെയല്ലേ നീ കൊന്നിരിക്കുന്നത്, വെള്ളത്തിൽ മുക്കി കൊന്നിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഡാരിയന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറുകയാണ്. അവൻ പറയാണ്, മേഡം, ഞാൻ ഈ ഒരു കാര്യം ആദ്യമേ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കില്ല, എനിക്ക് നല്ലൊരു പോയിന്റ് പറഞ്ഞു തരില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും നേരം ഈ ഒരു കാര്യം മറച്ചു വെച്ചത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കേസ് ഏറ്റെടുക്കാൻ വരുമ്പോൾ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഒരു കോൺട്രാക്ട് അത് ഉണ്ടാക്കിയായിരുന്നല്ലോ, ലോയർ കൺസ്യൂമർ കോൺട്രാക്ട്. ആ കോൺട്രാക്ട് പ്രകാരം ഞാൻ എന്ത് രഹസ്യം പറഞ്ഞാലും അത് നിങ്ങൾ മറ്റാരോടും ഷെയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു നിയമമുണ്ട്. ആ നിയമം വെച്ച് ഇനി എനിക്ക് കളിക്കാൻ പറ്റും. അതായത് നിങ്ങൾ എങ്ങാനും എന്നെ കുറിച്ചുള്ള എന്തെങ്കിലും രഹസ്യം, ഞാനാണ് യഥാർത്ഥത്തിൽ അവനെ കൊന്നത്, ഇതുപോലെ വെള്ളത്തിൽ മുക്കി കൊന്നു എന്ന് നിങ്ങൾ ആരോടും പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കെതിരെ കേസും കൊടുക്കും. നിങ്ങളുടെ ഭാവി അതോടെ ഇല്ലാതാവും. ഒരു രീതിയിലും ഈ ഒരു പ്രൊഫഷനിലേക്ക് ഇനി നിങ്ങൾക്ക് വരാനേ പറ്റില്ല. ആ രീതിയിൽ നിങ്ങളെ ഞാൻ പെടുത്തും. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങ് മറന്നേക്ക്. എന്നിട്ട് ഇത്രയും നേരം എങ്ങനെയാണോ എന്റെ കൂടെ നിന്നത് അതുപോലെ തന്നെ ഇനിയും കൂടെ നിൽക്കുക. എല്ലാ രീതിയിലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും, ഫിനാൻഷ്യലിയും ബാക്കി എല്ലാ രീതിയിലും. പക്ഷേ നമ്മുടെ ഈ ഒരു ലോയർ ഉണ്ടല്ലോ, അവർ അത്യാവശ്യം മനസ്സാക്ഷിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് കൂട്ടി നിൽക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. ഇന്ന് ഈ സമയത്താണ് ഡാരിയന്റെ യഥാർത്ഥ മുഖം, അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം നമ്മൾ കാണിക്കുന്നത്. ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര ക്രൂവലായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവൻ ആ ഒരു ദേഷ്യത്തിൽ തന്നെ വക്കീലിനോട് സംസാരിക്കുകയാണ്. നിങ്ങൾ എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ, എന്നെ രക്ഷപ്പെടുത്താനും നിന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ പെടുത്തു എന്ന് തന്നെ ഡാരിയൻ പറയണം കേട്ടോ. ഇപ്പൊ ഈ ഒരു വക്കീൽ ആകെ കുടുങ്ങിയ അവസ്ഥയിലാവുകയാണ്. ഈ ചെകുത്താന് വേണ്ടിയിട്ടായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ട് നല്ലൊരു പോയിന്റ് ഉണ്ടാക്കി ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് ഇവന് വേണ്ടി പറഞ്ഞു കൊടുത്തത്. അതുപോലെ തന്നെ വക്കീല് മറ്റൊരു കാര്യം ഈ ഡാരിയനോട് ചോദിക്കുകയാണ്, സത്യം പറ, നീ ഇത്രയും നേരം പറഞ്ഞ കഥയിൽ നീ വില്ലത്തിയാക്കി വെച്ചിരുന്നത് ആ പാവൽ ലൗറയായിരുന്നു. നിങ്ങളുടെ ഈ ഒരു റിലേഷൻ വേണ്ട, ഇത് നമുക്ക് നിർത്താം എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് അത് നീ ആയിരിക്കില്ല, മിക്കവാറും ആ ഒരു ലൗറയായിരിക്കും, ശരിയല്ലേ? അതുപോലെ തന്നെ അപകടം നടന്ന സമയത്ത് പോലീസിനെ വിളിക്കാന്ന് മിക്കവാറും നീ ആയിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക, അത് ലൗറയായിരിക്കും. മാത്രമല്ല ആ തടാകത്തിലേക്ക് ഈ ജുവാനെയും ജുവാന്റെ ആ ഒരു കാറും കൂടെ തള്ളിയിടാം എന്നുള്ളത് അത് നിന്റെ ഐഡിയ ആയിരിക്കും, ഒരിക്കലും അത് അവളുടെ ആയിരിക്കില്ല. പിന്നെ ആ പാവം ജുവാനെ ഒരു കള്ളനാക്കി 50,000 യൂറോ അവൻ അടിച്ചു മാറ്റി എന്നൊക്കെ വരുത്തി തീർത്തത് ഒരിക്കലും അത് ലൗറയാവാൻ ഒരു സാധ്യതയില്ല. അവൾ ആ ഒരു കാറിൽ നിന്നും ആകെ ആ ഒരു ഫോൺ എടുത്തിട്ടുണ്ടാവും, അത് ശരിയായിരിക്കും. പക്ഷേ ഈ ജുവാന്റെ പേഴ്സ് എടുത്തതും അതുപോലെ തന്നെ അതിൽ ആ ഒരു ആക്സസ് കാർഡ് അതെടുത്തതും എല്ലാം നീ ആയിരിക്കും ഡാരിയൻ. എന്നിട്ട് അവനൊരു കള്ളനാക്കിയത് നീ തന്നെയായിരിക്കണം. ആ ചെയ്ത കാര്യത്തിൽ ഒട്ടും സഹിക്കാൻ പറ്റാതെ ലൗറ മിക്കവാറും നിന്റെ അടുത്ത് അത് ചോദിച്ചു വന്നിട്ടുണ്ടാവും, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് മിക്കവാറും നീ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടാവും. ഇത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവളെ കൊല്ലു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതല്ലേ ഡാരിയൻ സത്യമായിട്ട് നടന്നത്? ഇതല്ലേ സത്യം എന്ന് ചോദിക്കുമ്പോൾ ഡാരിയൻ ഒരു വല്ലാത്ത നോട്ടം ഇപ്പോ ഈ ഒരു വക്കീലിനെ നോക്കുകയാണ്. നിങ്ങളെ ഇത്രയും നേരം പറഞ്ഞത് ഒക്കെ ശരിയാണ്, ഈ കഥയിലെ വില്ലൻ അത് അവളല്ല, അത് ഞാൻ തന്നെയാണ്. ഇനി ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ബാക്കിയുള്ള കാര്യം കൂടെ നിങ്ങൾ അങ്ങ് മനസ്സിലാക്കി. ഞാൻ ഈ ലൗറെ ഒന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നല്ലോ, ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവൾക്കത് മനസ്സിൽ വെച്ചോണ്ട് നിൽക്കാൻ പറ്റില്ലായിരുന്നു. അവൾ ആ ഒരു കാര്യം പോയിട്ട് നേരെ ഫെലിക്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ലൗറയും ഫെലിക്സും രണ്ടുപേരും കൂടിയിട്ടാണ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് ആ ഒരു ഹോട്ടലിലേക്ക് വരുത്തിച്ചത്. എന്റെ കയ്യിൽ നിന്നും ആ ഒരു കാശ് മേടിക്കാനും അതുപോലെ തന്നെ ഈ ഒരു കേസിൽ അതിൽ ഞാനാണ് ഉത്തരവാദി, ഞാൻ തന്നെയാണ് ജോവാനെ കൊന്നതെന്നൊക്കെ അവിടുന്ന് വരുത്തി തീർക്കാൻ അവളും സാക്ഷി പറയാന്ന് ആ ഒരു ഫെലിക്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹോട്ടൽ റൂമിൽ എത്തിയപ്പോഴാണ് ഞാൻ ചതിക്കപ്പെടാൻ പോവാണെന്ന് എനിക്ക് മനസ്സിലായത്. വാതിലും ജനലും എല്ലാം ലോക്ക് ചെയ്തിട്ട് അവിടെ വെച്ച് ഞാൻ അവളെ തല്ലി കൊന്നതും. പിന്നീട് ചെറുതായിട്ടൊരു നാടകം കളിച്ചു, എന്റെ തലക്ക് ആരോ അടിച്ചതുപോലെ. ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ തോന്നിയെങ്കിലും ഞാൻ വല്ലാത്തൊരു ട്രാപ്പിലെ ചെന്ന് ചാടിയത്. ഇപ്പൊ അതിൽ
നിന്നും എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ഒരു ഹിന്റ് അതെനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പറഞ്ഞു തന്നത് നിങ്ങളാണ്, ഒരുപാട് നന്ദിയുണ്ട്. ഇതെല്ലാം കേട്ടപ്പോൾ ലോയർക്ക് എന്തോ പോലെ ആവുകയാണ്, വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. ഇതുപോലൊരു നരാധമന് വേണ്ടിയിട്ടായിരുന്നോ ഞാൻ എന്റെ തല ഇത്രത്തോളം ആലോചിച്ച് പുകച്ച് നല്ല ഐഡിയകൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? ഇവർക്കിപ്പോ എന്തോ പോലെ ആയിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഡാരിയന്റെ ആ ഒരു കമ്പനി വക്കീലുണ്ടല്ലോ, ഇയാൾ വിളിച്ചിട്ട് പറയാണ് അപകടം നടന്ന സമയത്ത് ഒരു സാക്ഷിയായിട്ട് ഒരാൾ അതിലൂടെ പോയായിരുന്നല്ലോ, അയാളെ ആവശ്യത്തിന് കാശ് കൊടുത്തിട്ട് നമ്മുടെ വശത്താക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അനുകൂലമായിട്ട് മാത്രമേ അയാളുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടാവുള്ളൂ, നമ്മൾക്കെതിരായിട്ട് സാക്ഷിയൊന്നും പറയാൻ പോകുന്നില്ല. അങ്ങനെ കമ്പനി വക്കീല് ഡാരിയനോട് സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ ആ ഒരു ഫോണിൽ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക്, എന്തൊക്കെയോ ഒരു കരകരപ്പ് ഇവർക്ക് തോന്നുന്നുണ്ട്. അതായത് ഡാരിയന് തോന്നുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു കരകരപ്പ് തോന്നുന്നത്? അതായത് മറ്റെന്തോ ഒരു ഡിവൈസ് ഇവിടെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഡാരിയന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പേന കാണാണ്. ഈ പേന അവന് കൊടുത്തത് വക്കീല് ആ മാപ്പിൽ ഒരു ലൊക്കേഷൻ നോട്ട് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞല്ലോ, അതായത് ആ ഒരു തടകം അത് എവിടെയാണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവന് നോട്ട് ചെയ്യാൻ വേണ്ടി ഈ ലോയർ, അതായത് ആ ഒരു ലേഡി വക്കീൽ കൊടുത്ത ആ ഒരു പേന അത് അടുത്തുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കരകരപ്പ് വരുന്നതെന്ന് ഡാരിയന് മനസ്സിലായി. എന്നാ പിന്നെ ഇതിന്റെ ഉള്ളിൽ എന്തായിരിക്കും എന്ന് കരുതി തുറന്നു നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു മൈക്കായിരുന്നു. അവനാകെ ഷോക്കായി പോയി. എന്തെവിടെ സംഭവിച്ചത്, എന്തിനാ ഇവര് മൈക്ക് ഇതിന്റെ ഉള്ളിൽ വെച്ചത് എന്നൊക്കെ ആ ഒരു തരിപ്പില് അവനിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ദാണ്ട് കിടക്കുന്നു അടുത്ത ട്വിസ്റ്റ്, കിഡിലൻ ട്വിസ്റ്റ്, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം. ആരോ വന്ന് വാതിൽ തട്ടുകയാണ്. തുറന്നു നോക്കിയപ്പോ നേരത്തെ കണ്ട ആ ഒരു വക്കീൽ തന്നെ. എന്ന വക്കീൽ ഇപ്പം പറയാണ്, സോറി കേട്ടോ വരാൻ കുറച്ച് വൈകിപ്പോയി, എനിക്ക് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് തന്നായിരുന്നു, നിങ്ങളുടെ ആ ഒരു കേസ് അതെടുക്കാൻ പോകുന്നത് ഞാനാണ്. ഇത് കേട്ട സമയത്ത് ഡാരിയന്റെ കിളി ശരിക്കും അങ്ങോട്ട് പാറി പോവാണ്. അപ്പൊ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്ന വക്കീൽ അതാരായിരുന്നു? അവർ യഥാർത്ഥ വക്കീലാണെന്ന് കരുതിയിട്ട് ഡാരിയൻ എല്ലാ കാര്യം അവരോട് വിളിച്ചു പറയുകയും ചെയ്തു. അതൊക്കെ അവര് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു ഈ പേന മൈക്കിലൂടെ. എന്തായാലും ഇവിടെ വെച്ച് ഡാരിയന് മനസ്സിലായി അവൻ പെട്ടു എന്ന്. എന്നാ പിന്നെ ആ ഒരു വന്ന വക്കീല് അതാരാണ്? എന്തായാലും ആ ഒരു വക്കീലിനെ ഇപ്പൊ കാണിക്കുകയാണ്. ഈ വക്കീല് നേരെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു ഫ്ലാറ്റിലേക്ക് പോണ്. അവിടെ തന്നെ ഒരു മുറിയിലേക്ക് കയറുന്നുണ്ട്. അവിടെ നമ്മുടെ ജോവാന്റെ അച്ഛനായിട്ടുള്ള ഫെലിക്സ് ഉണ്ട്. ഇയാളുടെ മുറിയിലേക്കാണ് ഈ വക്കീല് പോകുന്നത്. മാത്രമല്ല വക്കീൽ അവരുടെ മുഖത്ത് സെറ്റ് ചെയ്ത് വെച്ച ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ റിമൂവ് ആക്കുകയാണ്. നോക്കുമ്പോ അതാരാണ്? ഈ ഫെലിക്സിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവരായിരുന്നു. അവരാണ് ശരിക്കും ഇതുപോലെ വേഷം കിട്ടി വക്കീലായിട്ട് അങ്ങോട്ടേക്ക് പോയത്. മകന്റെ ബോഡി എവിടെയാണ്? ആ കൊലപാതകം ചെയ്തത് ഡാരിയൻ തന്നെയാണ്. ഇതെല്ലാം അവന്റെ വായ കൊണ്ട് തന്നെ പറയിപ്പിക്കാനായിട്ട് ഇവര് രണ്ടുപേരുണ്ടാക്കിയ ഒരു പദ്ധതിയായിരുന്നത്. കാരണം പൈസ കൊടുത്ത് ഡാരിയൻ എല്ലാം അവന്റെ വശത്താക്കി, നിയമത്തിന് വാങ്ങി, അധികാരികളെ വാങ്ങി, എല്ലാം ഇവർക്ക് അനുകൂലമായിട്ട് മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ. എന്തിനു പറയണം, സാക്ഷിയെ വരെ ഇവര് കാശ് കൊടുത്ത് വാങ്ങി. ഒരിക്കലും ഈ ഡാരിയനും അവന്റെ പൈസയ്ക്കും വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത രണ്ടേ പേരേ ഉള്ളൂ. മരിച്ചുപോയി ഈ പയ്യന്റെ അച്ഛനും അമ്മയും, ഫെലിക്സ് അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ. അതുകൊണ്ട് തന്നെ പോലീസും ഇല്ല, പട്ടാളവും ഇല്ല, ആരുമില്ല, ഒറ്റയ്ക്കായി പോയ ഈ പാവങ്ങൾ അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മകനെ കൊന്ന ആളെ നിയമത്തിന്റെ മുന്നിലേക്ക് ഇനി കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. കാരണം അവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെട്ടു. മകന്റെ ബോഡി എവിടെയാണെന്ന് ഇവർക്ക് മനസ്സിലായി. അധികം വൈകാതെ അത് റിക്കവർ ചെയ്യും, ഡാരിയൻ ഇനി പെടുകയും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.